ചാടാറുണ്ട്. വിദേശത്ത് മാത്രമല്ല, നമ്മളൊരു വിസ എന്നുള്ളൊരു സ്വപ്നം, വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ നമുക്ക് വിസ വേണം. വിസയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെയും ഒരു വിസ സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ അന്നേരമുണ്ട്. ആ സമയത്ത് നമ്മൾ എവിടെയും ചെന്ന് ഏതെങ്കിലും ഏജന്റിന്റെ വലയിൽ വീണ് അത് റിക്രൂട്ടിംഗ് ലൈസൻസ് ഉള്ള ഏജന്റുകളുടെ വലയിൽ വീഴുകയും അവർ പറയുന്ന വാഗ്ദാനങ്ങളിൽ നമ്മൾ വീട് പോവുകയും ചെയ്ത് അവർ പറയുന്ന അവരുടെ കയ്യിൽ പാസ്പോർട്ട് കൊടുക്കുകയും അഡ്വാൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. പാസ്പോർട്ട് കൊടുക്കുന്ന ഇത് ഈ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയും ഏതൊക്കെ വിസയ്ക്ക് വേണ്ടിയാണ് മുമ്പേ പാസ്പോർട്ട് വേണ്ടത്. പാസ്പോർട്ടിന്റെ കോപ്പി മതി, മറ്റു ചില രാജ്യങ്ങളിൽ മാത്രം പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണം, അതൊക്കെ സാർ പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിൽ നമ്മൾ ആരും പറ്റിക്കാതെ ചെയ്യാതെ നമുക്ക് ഇത് പോകാൻ കഴിയും. ഇതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ടാണ് ഗവൺമെന്റ് ധാരാളം പരാതികൾ ഗവൺമെന്റിന് ധാരാളം പരാതികൾ ഇത് സംബന്ധിച്ച് ലഭിച്ചത് കൊണ്ടാണ് ഇത്തരം ക്ലാസുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ക്ലാസ് പറയുന്നത്. അവരുടെ കുറച്ച് കുട്ടികളുണ്ട്, അവരെ കൂടെ സഹകരിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ ആവശ്യം അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഈ തലശ്ശേരി വെച്ച് ഇതിന്റെ മുമ്പൊന്നും നടത്തിയിട്ടുണ്ട് ഡോക്ടറുടെ ക്ലാസ് ഈ അപ്പൊ അതുകൊണ്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു 2 വാക്ക് സംസാരിക്കാൻ ആരെങ്കിലും കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും. താങ്ക് യു. ഡോക്ടറുടെ ഫസ്റ്റ് സെഷൻ ക്ലാസ് എടുക്കുന്നതിനായി കക്കാട് മുഹമ്മദ് അൽക്കാട് സാറിനെ ക്ഷണിക്കും. കോഴിക്കോട് മാനേജർ മിസ്റ്റർ സെൻ, കെൽട്രോണിലെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട അരുൺ, രജനി, മറ്റ് ബഹുമാനരെ, എൻ്റെ പ്രിയപ്പെട്ട കൂടി വരികയാണ്. നേരത്തെ ഒരു 4-5 വർഷം മുമ്പിൽ ആരംഭിക്കുന്ന സമയത്ത് പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ നടത്തിയത്. ഇപ്പൊ അതല്ല. ഇപ്പൊ ഇടയ്ക്കിടെ കോഴിക്കോട് യൂണിറ്റിന്റെ കീഴിൽ തന്നെ ഇടയ്ക്കിടെ ക്ലാസ് നടക്കുന്നുണ്ട്, സെമിനാറുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു? അതിനുള്ള കാരണം വിദേശത്ത് ഒരു ജോലി അന്വേഷിച്ച് പോകുന്നവർ അല്ലെങ്കിൽ വിദേശ തൊഴിൽ തേടി ഇവിടെ നിന്നും പോകുന്ന ആളുകളുടെ എണ്ണം അതൊരിക്കലും കുറയുന്നില്ല. അതെപ്പോഴും നമ്മൾ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാലും അത് കൂടി വരികയില്ല. പക്ഷെ അത് മാത്രമല്ല കൂടുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങൾ പത്രങ്ങളിൽ കാണുന്നുണ്ടാകും, ഏത് ദിവസമാണെങ്കിലും അനധികൃത താമസക്കാർ പിടിയിലായി, ഒമാനിൽ ഇത്ര പേര് പിടിയിലായി, UAE ഇത്രയാളെ പിടികൂടി എന്നൊക്കെ പറയുന്ന വാർത്തകൾ പത്രങ്ങളിൽ ദിനേന എന്നോണം നമ്മൾ കാണുന്നു. അതുപോലെ പാസ്പോർട്ട് ഏത് എയർപോർട്ടിലാണെങ്കിലും ഏത് ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാലും സ്ഥിരമായി ചരമകോളം പോലെ തന്നെ സ്ഥിരമായി കാണുന്ന ഒരു വാർത്തയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. പാസ്പോർട്ടിൽ കൃത്രിമം അല്ലെങ്കിൽ വിസയില്ലാത്തത് കൊണ്ട് എയർപോർട്ടിൽ പിടികൂടി. ഈ എയർപോർട്ടിൽ പിടികൂടുന്നതെല്ലാം തന്നെ വിദേശത്തേക്ക് പോകുന്നവരോ വരുന്നവരോ ആണ്, അല്ലെ? ഇപ്പൊ മിക്ക ദിവസവും പത്രങ്ങളിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പേജാണ് ചരമ വാർത്ത. അതുപോലെ തന്നെയായി മാറിയിരിക്കുന്നു ഇത്തരം കേസുകൾ. അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്കറിയാം, നിങ്ങളിപ്പോ ഗൾഫ് എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്, ഇല്ലേ? പക്ഷെ അതെന്തിനാണ്? ഗൾഫിൽ പോകണമെന്ന് താല്പര്യമില്ലേ? അതെന്തിനാണ് ഗൾഫിൽ പോകുന്നത്? അതെ, ഗൾഫിൽ പോകുന്നതിന്റെ ലക്ഷ്യം എന്താണ്?
കാശ് തന്നെയാണ്. നമുക്ക് നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമുക്ക് മെച്ചപ്പെടണം. അല്ലെങ്കിൽ എനിക്ക് നിലവിലുള്ള ഈ രീതിയിൽ പോയാൽ എന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീരില്ല. അതിനൊരു പരിഹാരമായി എന്താണ്? എവിടുന്നെങ്കിലും ഒരു വിസ കിട്ടുക. വിസ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അതാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. ഒരു വിസ കിട്ടിയാൽ രക്ഷപ്പെട്ടു. അത് എവിടുന്നെങ്കിലും ഒരു വിസ കിട്ടണം എന്നുള്ളതാണ്. കാരണം വിസ കിട്ടിയത് കൊണ്ടാണ് ഇവിടെ പല ആളുകളും രക്ഷപ്പെട്ടതായി നാം കാണുന്നത്. നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ അയൽവാസികളെ, ബന്ധുക്കളെ, നാട്ടുകാര്, സുഹൃത്തുക്കളെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവർ ഗൾഫ് കൊണ്ടാണ് അവർ പച്ച പിടിച്ചിട്ടുള്ളത്. നേരത്തെ കാര്യമായ ജോലിയൊന്നുമില്ലാതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്ന ആളുകൾ പോലും ഗൾഫിലേക്ക് പോയി വന്നതോടുകൂടി, ഗൾഫിൽ ജോലി കിട്ടിയതോടുകൂടി അവരുടെ സാമ്പത്തിക നില ഒരുപാട് മെച്ചപ്പെട്ടതായി നാം കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ അവിടെ നല്ല ഒരു 4-5 വീടുകൾ ഒന്നിച്ച് കാണുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അടുത്ത ആളോടൊന്ന് പറയും, ഇതൊരു ഗൾഫ് ഏരിയ ആണ് തോന്നുന്നത്, അല്ലെ, ഇതൊരു ഗൾഫ് ഏരിയ ആണ്. അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി, അല്ലെങ്കിൽ അവര് ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരും കൂടി ഒരു ഫാമിലി ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവർ നന്നായി ഭക്ഷണം കഴിക്കുന്നു, നല്ല വേഷധാനങ്ങളാണ്. അത് കഴിഞ്ഞ് അവര് വാഹനത്തിലേക്ക് കയറുന്നു. അപ്പൊ ചുരുക്കം ഗൾഫ് പാർട്ടിയാണ്, അല്ലെ, നമ്മുടെ ഗൾഫ് പാർട്ടിയാണ്. അതെന്താണ്? നമ്മുടെ മനസ്സിലെത്തിയിരിക്കുന്ന ഒരു മാനമുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതെല്ലാം തന്നെ ഗൾഫിൽ പോകുന്നത് കൊണ്ടാണ്. വല്ല വില കൂടിയ സാധനങ്ങളാണെങ്കിൽ നമ്മൾ പറയും അത് വല്ല ഗൾഫുകാരും ഒന്ന് വാങ്ങേണ്ടി വരും എന്ന് പറയും. നമുക്ക് അറ്റസ്റ്റേഷൻ സംബന്ധിച്ച്, സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സംബന്ധിച്ചാണ് ഈ ഒരു സെക്ഷൻ എടുക്കുന്നത്. കാരണം വിദേശത്ത് പോകുന്നവർക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഓതന്റിക്കേറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓതന്റിക്കേഷൻ വേണം. അത് കഴിഞ്ഞ് നമ്മുടെ സെൻട്രലിൽ വന്നിട്ട് മതിയായ ഡോക്യുമെന്റ് ഇല്ലാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ എടുക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് നോർക്ക എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇത്രയും ഒരു ക്ലാസ് എടുത്ത നോർക്ക എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യ ഗവൺമെന്റ് തന്നെ പ്രവാസികാര്യ വകുപ്പ് ഉണ്ടാക്കിയതും. അതിന് ഇപ്പോഴത്തെ മന്ത്രി നമ്മളെ വയനാടിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ കേരളമാണ് അതിന്റെ ഒരു ചൂണ്ടുപലകയായിട്ട് നിന്നതെന്നുള്ളത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയായിട്ടാണ് നോർക്ക റൂട്ട്സിനെ ഉണ്ടാക്കുന്നത്. കാരണം നമുക്കറിയാം ഗവൺമെന്റിന് പല കാര്യങ്ങളിലും ചെയ്യാൻ പല പല മൂലമാണ്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്ന കമ്പനി ഇതിന്റെ കീഴിൽ ഉണ്ടാക്കിയത്. പ്രൈവറ്റ് അല്ലല്ലോ. നോർക്ക റൂട്ട്സ് പബ്ലിക് കമ്പനി. നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് പ്രൈവറ്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ആണെന്ന്. പ്രത്യേകം കമ്പനിന്റെ ഗവൺമെന്റ് ഫുൾ ഗവൺമെന്റിന്റെ ഫുള്ള് അതിന് ഡയറക്ട് ബോർഡുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിനെ ഓവർകം ചെയ്യാൻ മാത്രം. എന്നാൽ ഗവൺമെന്റ് ആകുമ്പോൾ അതിന് ആഡിറ്റ് വരും. പെട്ടെന്നൊരു ഇത് ഉണ്ടാക്കാൻ ഒക്കില്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തുണ്ട് ഒരുപാട് ഒരു കാര്യം തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കേസിന് കുറെ ഫയലുകൾ പലതായിട്ട് പോയി കറങ്ങി തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് മിക്കവാറും ഡെഡ് ബോഡി കൊണ്ടുപോകേണ്ട അത് കഴിഞ്ഞില്ല. അപ്പൊ പെട്ടെന്നൊരു സമയത്ത് അത്യാവശ്യത്തിന് വരുമ്പോൾ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കി അതിന്റെ കീഴിൽ ധാരാളം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വിദേശത്തുനിന്ന് തിരിച്ചു വന്നവർക്ക് വേണ്ടി നോർക്ക നടത്തുന്ന സാന്ത്വന, കാരുണ്യ ഡെഡ് ബോഡി കൊണ്ടുവന്ന് വിദേശത്ത് തിരിച്ചു വരുന്നവർക്ക് സാന്ത്വന സ്കീം നടത്തുന്നുണ്ട്. അത് 25,000 രൂപയിൽ കൂടുതൽ കുറഞ്ഞ ആനുവൽ ഇൻകം ഉള്ളവർക്ക് 20,000 രൂപ വരെ നമ്മൾ സഹായം നൽകുന്നുണ്ട്. അത് അസുഖങ്ങൾക്ക്, സീരിയസ് ആയ അസുഖം, കിഡ്നി, മറ്റേ ഹാർട്ട്, അത് കണക്കുള്ള സീരിയസ് ക്യാൻസർ, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, പിന്നെ മരണാനന്തരം വിദേശത്തു നിന്ന് വന്നയാള് സിവിയർ ആയിട്ടുള്ള അസുഖം മൂലം മരണമടയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു സഹായം കൊടുക്കുകയാണ് ഈ സാന്ത്വന ചെയ്യുന്നത്. അതുപോലെ കാരുണ്യുണ്ട്. കാരുണ്യ അവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിന് ചിലവായ പൈസ കൊടുക്കുന്നതാണ്. ഒരു 50,000 രൂപ വരെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയർമാൻ ഫണ്ട് എന്ന് പറയും. ചെയർമാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ നോർക്ക ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നോർക്കയുടെ ഫണ്ട് എന്ന് പറയുന്നതെല്ലാം സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷനിലൂടെ ഉണ്ടാകുന്നത്. നിങ്ങൾ ആ വണ്ടി ഒരിക്കലും അയൽപ്പക്കത്തിന് വേണ്ടി ഉപയോഗപ്പെടുകയില്ല. അപ്പോൾ എന്ത് സംബന്ധിച്ചു ആ സമൂഹവുമായിട്ടുള്ള ചുറ്റുപാടും ജീവിച്ചു വളരുന്ന സമൂഹവുമായിട്ടുള്ള ബന്ധം നിലച്ചു.
പിന്നെ ബാത്റൂമിൽ കിടന്നാൽ എങ്ങനെ അറിയുന്നു? ഒച്ചപ്പാടുണ്ടായാലും ഒരുപക്ഷെ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അയൽവാസികള്. അവിടെ കിടക്കട്ടെ, ശരിയായിട്ടുള്ള സ്ഥാനത്താണ് അവർ കിടക്കുന്നതെന്ന് ഒച്ച പോകാതിരിക്കാനായിട്ട് വളരെ ഉയർന്ന ഒരു മതിലുകളൊക്കെ ഉണ്ട്. ഇതാണ് സമൂഹവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ നല്ല രീതിയിൽ സമൂഹം നമ്മൾ ദൈനംദിന പ്രശ്നങ്ങളിലും കൊച്ചു കൊച്ചു സുഖ ദുഃഖങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവരുമായിട്ട് ഇടപെടൽ ജീവിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ് അല്ലേ? സമൂഹത്തിൽ വളർന്ന് സമൂഹത്തിൽ ജനിച്ച് സമൂഹത്തിൽ വളർന്ന് സമൂഹത്തിൽ അഴിഞ്ഞു തരാനുള്ളവരാണ്. ഇപ്പൊ സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് കരുതണം. 6 എന്താണ്? പിരിച്ച് നമ്മുടെ എന്താണ് മൂല്യങ്ങൾ നിറച്ച ഒരു ജീവിതം. വളരെ സിമ്പിളായി പറയാം. എത്ര സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരും നിറയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ സമൂഹം അവനെ തിരസ്കരിക്കുകയുള്ളൂ. വിശ്വാസം, ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരിടത്തും ഉണ്ടാകുകയില്ല. ആണ് ഒത്തിരി സമ്പന്നരൊക്കെയാണ്, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒത്തിരി ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഈ 6 മേഖലകളെ കുറിച്ച് കൂടി അവെയർ ആയിരിക്കണം. പലപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ബഹുഭൂരിപക്ഷ ആൾക്കാർ